Yes. No matter who wins, let's all cheer the winner. May the best win. But I have the results. Ladies and gentlemen, DQ Miss Queen of India 2024. Ladies and gentlemen, DQ Miss Queen of India 2024, contestant number 5, Harsha Sreekanth. നമസ്കാരം. ഇന്ന് ഹർഷ ശ്രീകാന്ത് ആണ് എന്നോടൊപ്പമുള്ളത്. ഇപ്പോ മിസ് ക്വീൻ ഇന്ത്യയായി വിജയിച്ച യുവ സുന്ദരിയാണ്. ഇപ്പോ PG ജേർണലിസവും മാസ് കമ്മ്യൂണിക്കേഷനും പഠിക്കുന്നു. ഇൻഫ്ലൈറ്റ് റൈറ്റർ ആവണം എന്നുള്ളൊരു ത്വര മനസ്സിൽ നിൽക്കുന്നു. പക്ഷേ മോഡലിങ്ങിനോടും പാജന്റിനോടുമുള്ള ആ പാഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി പുതിയ പന്ഥാവുകൾ വെട്ടിത്തെളിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സുസ്മേര വദനയായ ഐശ്വര്യത്തിന്റെ നിറകുടമായ ഹർഷ ശ്രീകാന്ത്. ഇതൊരു ഭാഗ്യമായി കരുതുന്നു. പലപ്പോഴും ഈ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവേണ്ടതാണ്, എല്ലാവർക്കും ഇല്ല. ഒരു ഡിറ്റർമിനേഷന്റെ ഒരു സിനോണിമായി ഞാൻ ഹർഷയെ കാണുന്നു. നമ്മുടെ സീമ ആൻഡ് ശ്രീകാന്ത് അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷം. ഈ ഒരു യാത്രയിൽ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എന്ത് യാത്രയാണെങ്കിലും, നമ്മൾ ഏത് യാത്രയിൽ പോവുകയാണെങ്കിലും, കരിയർ ആണെങ്കിലും പാഷൻ ആണെങ്കിലും, ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ വിജയിക്കാൻ വലിയ വിഷമമാണ്. സീമ കരഞ്ഞായിരുന്നോ ഇത് കണ്ടപ്പോൾ? ഈ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ കിട്ടിയപ്പോ കരഞ്ഞു. ശ്രീകാന്ത് കൂടെ ഉണ്ടായിരുന്നോ? അടുത്ത് തന്നെ. സീമ ഒരു ഹൗസ് വൈഫ് കം ഓൺട്രപ്രണർ ആണല്ലോ. ശ്രീകാന്ത് ആണെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഇപ്പൊ കുറച്ച് മാജിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. ഒരു മജീഷ്യൻ കൂടെയാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ടാലന്റ് റൗണ്ടിൽ ഒരു മാജിക് കാണിക്കാൻ ഹർഷയ്ക്ക് സാധിച്ചു. അത് വിജയിച്ചു. എങ്ങനെയായിരുന്നു? അതെ, മിസ് സൗത്ത് ഇന്ത്യയില് ഞാൻ ടാലന്റ് റൗണ്ടില് മാജിക് ആയിരുന്നു കാണിച്ചത്. മിസ് ക്വീൻ ഓഫ് ഇന്ത്യയില് ഡാൻസ് ആയിരുന്നു. ബട്ട് യാ, യു ആർ റൈറ്റ്, മിസ് സൗത്ത് ഇന്ത്യയിൽ ഇറ്റ് വാസ് മാജിക്. അപ്പൊ ശ്രീകാന്ത് എങ്ങനെയാണ് ഈ മാജിക്കിന് റെഗുലറായി ട്രെയിൻ ചെയ്യുന്നുണ്ടോ, അതോ ഈവന്റ് അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് മാജിക്കാണ് കാണിച്ചത് ശ്രീകാന്ത്? അല്ല, ഒരു മൈൻഡ് റീഡിംഗ് മാജിക് ആണ്. മൈൻഡ് റീഡിംഗ് അല്ല, ഒരു ESP ഡെമോൺസ്ട്രേഷൻ ആണ്. ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ്. അത് നമ്മൾ ചെയ്യാറുള്ള സാധനമാണ്. അത് ഹർഷ ചെയ്യുന്ന ആദ്യമായിട്ടാണ്, പക്ഷെ നന്നായിട്ട് ചെയ്തു. അത് ശരി. അപ്പൊ ആദ്യം മാജിക് ആയിരുന്നു, പിന്നെ ഡാൻസ് ആണ്. പാടുകയും ചെയ്യില്ലേ ഹർഷ? അമ്മ പാടുവോ? പാട്ട് അങ്ങനെ ബാത്റൂം സിംഗർ ആണ്, അല്ലാതെ പ്രൊഫഷണലി ട്രെയിൻഡ് സിംഗർ ഒന്നും അല്ല. ഒരു നമ്പൂതിരി സമുദായത്തിൽ നിന്ന്, ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മകളെ ഇങ്ങനൊരു പരിപാടിക്ക് വിടുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാവാറുണ്ട്. ആ വിമർശനങ്ങളെ തരണം ചെയ്യുന്നതിലൂടെയാണ് നമ്മളൊരു വിജയം കണ്ടെത്തുന്നത്. എങ്ങനെയായിരുന്നു ശ്രീകാന്ത്, സീമ, ഈ ഒരു മകൾക്ക് ഈ ഒരു സ്പാർക്ക് വന്നു? ഫാഷൻ ആൻഡ് മോഡലിംഗ് ആൻഡ് പാജന്റ്, ഇതിലെല്ലാം ഒന്ന് തല കാണിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അത് നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു അത് ചർച്ച ചെയ്തത്? ആ ഒരു ലെവലില് എനിക്ക് പണ്ട് പോലെ, ഞാൻ മാജിക് പഠിക്കുന്ന സമയത്ത് പണ്ട് പോലെ ഈ പ്രശ്നമുണ്ട്. കാരണം എല്ലാ ആൾക്കാരും മാജിക് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആയിട്ടായിരുന്നു. അപ്പൊ അതിന് ഒട്ടും സപ്പോർട്ട് ചെയ്യാറില്ല. അന്ന് മുതൽ ആൾക്കാർ, പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ പാഷൻ എന്ന് വെച്ചാൽ നോക്ക് നമ്മൾ ചെയ്യാം. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ എന്തോ നോക്കട്ടായിരുന്നു. അപ്പൊ മോളും അങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ അതുപോലെയാണോ മോള്. ഓക്കെ, നമ്മള്
100% നമ്മൾ പ്യൂർ ആയിരിക്കുക, നമ്മള് സിൻസിയർ ടു അവർ സെൽസ്. ഓക്കെ, അതാണ് പാഷൻ ഓൾവേസ് ഫൈൻഡ് പോസിബിലിറ്റീസ്, റൈറ്റ്? സീമയ്ക്ക് ഒരുപാട് കോൾ വന്നോ, മോളെ അയക്കണോ വേണ്ടയോ, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വിടണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്വാഭാവികമായും ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വല്ലതും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇങ്ങനെ വിടണോ വേണ്ടയോ ഒരു കോള് പോലും എനിക്ക് വന്നില്ല. എന്നോട് ആരും അങ്ങനെ ചോദിച്ചില്ല. ബിക്കോസ് ഈ ഇദ്ദേഹം തീരുമാനം എടുത്ത് വിടുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവര് തീരുമാനം എന്നുള്ളതല്ല, ആ ഒരു കെമിസ്ട്രി ഒരു ദിവസം ഉണ്ടായതല്ല. ഈ അച്ഛനും ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ആ ഒരു ഇങ്ങനെ ഒരു ഇതിലേക്ക് തിരിഞ്ഞു പോകണമെന്ന് തോന്നിയപ്പോ വന്ന ഒരു ഇതല്ല. ആ ഒരു ഉണ്ടായ കാലം തൊട്ടേ തന്നെ നമ്മള് എന്താ പറയാ, ആ ഒരു രീതിയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് അതിങ്ങനെ ഗ്രാജുവലി ഇഷ്ടങ്ങളും മനസ്സിലാക്കി. ഒരു 7ലോ 8ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹർഷ മോഡലിങ്ങിന് പൊക്കോളൂ കേട്ടോ, നന്നായി ചേരും, ഹൈറ്റും ഉണ്ട്, പിന്നെ മെലിഞ്ഞ് അതാണല്ലോ ആൾക്കാർ നോക്കുക. അങ്ങനെ പറഞ്ഞത്. അപ്പം ഞങ്ങളൊക്കെ വലിയ തമാശയായിട്ട് മോഡലിംഗ് പറ്റൂലേ, നമുക്ക് നോക്കാല്ലേ എന്നുള്ള അന്ന് വെറുതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. പിന്നെ കോളേജിൽ വന്നപ്പോ ഫാഷൻ ക്ലബിൽ ചേർന്നപ്പോ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. പെർഫോം ചെയ്യുമ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നു. ഗ്രൂപ്പായിട്ടുള്ള പെർഫോമൻസ് ആണ് എങ്കിലും അതിനകത്ത് ഹർഷയ്ക്കാണ് മിക്കവാറും എപ്പോഴും സംസാരിക്കാൻ കിട്ടാറ്. അപ്പോ അങ്ങനെ വന്നപ്പോ ഗ്രാജുവലി അതിലേക്ക് വന്നങ്ങ് ആയതാ. അതുകൊണ്ട് തന്നെ മിക്കവാറും പല ആളുകൾക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് പല കാര്യങ്ങളും അത് വേണോ എന്ന് ചോദിക്കാറില്ല. കാര്യം എന്ന് വെച്ചാ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു ആളായതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ പലർക്കും ഇഷ്ടമില്ലായി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എല്ലാവർക്കും ഒരു ഭയമുണ്ട് നമ്മുടെ അടുത്ത് പറയാനായിട്ട്. അപ്പം ഞാൻ കേട്ടു ഫസ്റ്റ് ലുലു ബ്യൂട്ടി ക്വീൻ ആയിട്ട് 2022 ഹർഷ ആയ സമയത്ത് ഒരുപാട് പേര് ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള എന്റെ പല റിലേറ്റീവ്സിന്റെ അടുത്തും മറ്റു പല ആൾക്കാര് ഇത് വേണമായിരുന്നോ, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷെ അതേ ആൾക്കാർ തന്നെ മിസ് കേരളയില് സെക്കൻഡ് റണ്ണർ ആയപ്പോഴും പിന്നെ മിസ് സൗത്ത് ഇന്ത്യ കിട്ടിയപ്പോഴും ഒക്കെ ഹർഷയ്ക്ക് പറ്റും, എനിക്ക് പണ്ടേ അറിയാം, ഹർഷയെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പറയുകയും അവരുടെ ഒരു നമ്മളെ കാണുന്ന രീതി തന്നെ എന്നെക്കാളും കൂടുതൽ ഹർഷയുടെ അടുത്ത് എന്നെ എന്താ പറയാ അത്രയും നാളും കണ്ടിരുന്ന രീതിയൊന്നും അല്ല, വേറൊരു രീതി വെച്ചാൽ ഒരു കുറച്ചൊരു എന്തോ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വേറൊരു ലെവലിലാണ് ഹർഷ എന്നുള്ള രീതിയിൽ ഉള്ള പെരുമാറ്റവും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് അവരൊക്കെ പറഞ്ഞ കേട്ട് ഇട്ടിട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാ നഷ്ടം എന്നുള്ളത് ഒരു തോന്നല. അല്ലാണ്ട് എന്റെ അടുത്ത് ആരും ഓപ്പൺ ആയിട്ട് ഇത് സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെ പോവരുത് എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല. ഹർഷ, ഐ എം കമ്മിങ് ബാക്ക് ടു യു. ഈ സർട്ടിഫൈഡ് ബ്യൂട്ടി അഡ്വൈസർ എന്താണ് സംഭവം? ഓക്കെ, സോ ഐ ടുക്ക് എ കോഴ്സ് സ്കിൻ കെയർ, സ്കിന്നിന്റെ ഹെൽത്ത്, ബ്യൂട്ടി, അതിന്റെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് അബൌട്ട് ഒരു 6 weeks കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വി റോട്ട് എൻ എക്സാം ആൻഡ് ബിക്കേം എ സർട്ടിഫൈഡ് ബ്യൂട്ടി അഡ്വൈസർ. ആൻഡ് എനിക്ക് തോന്നി അത് ആവശ്യമാണെന്ന് തോന്നി. കാരണം ഇപ്പൊ എല്ലാവരും ബ്യൂട്ടി അഡ്വൈസേഴ്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് എ സർട്ടിഫിക്കേഷൻ. എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ വെറുതെ ഒരാൾ വന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുകയാണ്. സോ ആൻഡ് ഐ എം റിയലി ഇൻ ടു സ്കിൻ കെയർ ആൻഡ് ഹെൽത്ത് ആസ് വെൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നതിന് വാല്യൂ വേണമെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു ഹാവ് എ സർട്ടിഫിക്കേഷൻ. അപ്പോ അതുകൊണ്ട് ഐ ടുക്ക് എ കോഴ്സ്. അപ്പൊ കൂട്ടുകാരെ ഒക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ, അതോ ഒരു വലിയ ഫോളോവേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടോ ആ ഏരിയയിൽ ചോദിക്കുന്നുണ്ട്? ഫോളോവേഴ്സ് കൂടുതലും വരുന്നത് മോഡലിംഗിന്റെ ബേസിലാണ്. പക്ഷെ എനിക്ക് കുറച്ച് അതിന്റെ റെഫറൻസസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റോറി ഒക്കെ എന്തെങ്കിലും ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഐ സോ ഇൻ യുവർ ബയോ ദാറ്റ് യു ആർ എ ബ്യൂട്ടി അഡ്വൈസർ, അപ്പൊ കെൻ യു ഗിവ് മീ സം ടിപ്സ്, ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കൂട്ടുകാർക്ക് ഇതിനു മുമ്പും സർട്ടിഫിക്കേഷന് മുമ്പ് ഞാൻ ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുക്കാറുണ്ടായിരുന്നു. സോ യാ, ഒരു ഓൺട്രപ്രണർ ആണ്, റൈറ്റർ ആണ്, ഈ ഫാഷൻ ആൻഡ് മോഡലാണ്, ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഓരോ ഏരിയയിലും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിറ്റർമിനേഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഇൻട്രൊഡക്ഷൻ എത്ര വലുതാക്കാൻ പറ്റുമോ
അത്രയും വലുതാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ചില ആൾക്കാർ പറയും അയ്യോ ഇതൊക്കെ എല്ലാം കൂടെ എങ്ങനെ പറയും, ഇത് അഹങ്കാരാന്ന് തോന്നില്ലേ? ഒരിക്കലും അല്ല. യു ഓൺലി ഹാവ് വൺ ലൈഫ്, ട്രൈ എവറിത്തിങ് ഔട്ട്. അപ്പോ ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് എ റൈറ്റർ, ലൈക്ക് യു സെഡ്, ആസ് എ മോഡൽ, ആസ് എ ഫാഷൻ ഇൻഫ്ലുവൻസർ, ആസ് എ സ്കിൻ കെയർ, ബ്യൂട്ടി, ഹെൽത്ത് അഡ്വൈസർ. ഐ വോണ്ട് ഓൾ ഓഫ് ദാറ്റ്. എന്ന് വെച്ചാൽ അതൊരു അഹങ്കാരം ഒന്നും അല്ല. ഇപ്പം ദാറ്റ്സ് എക്സാക്ട്ലി ഡിറ്റർമിനേഷൻ ഇറ്റ് സെൽഫ്. ഐ ഹവ് ഹേർഡ് പ്രിയങ്ക ചോപ്ര സേ ഒരു പ്രാവശ്യം, ലൈക്ക് ഷീ വാണ്ടഡ് ടു ബി ഇൻ 2 places at the same time, not at the same time, back to back. അപ്പോൾ all her team members said it's impossible ma'am, why do you have to go for everything? Okay, ഏതെങ്കിലും ഒരെണ്ണത്തിന് പോയാൽ പോരെ, ഒരു അവാർഡ് ഷോന് പോയാൽ പോരെ. She was like no, I want to go for everything, I want to enjoy everything. So ആ ഒരു urge determination ആണ് it's called, I believe. So yeah, that is what I want to be. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു സെൻസ് ഓഫ് അർജൻസി വേണം, കിടക്കുമ്പോൾ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് വേണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അത് എനിക്ക് തോന്നുന്നു ഓരോ വിജയങ്ങളും നമുക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരാനും പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും പുതിയ പുതിയ തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കാനും സഹായിക്കുന്നുള്ളൂ. ഉണ്ട്. അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ ആ ഒരു യു ഹാവ് ടു ഹാവ് ലൈക്ക് എസ്പെഷ്യലി ഐ ബിലീവ് വാട്ട് ഡു ഐ ഡു ടുമോറോ, അല്ലെങ്കിൽ ബിഫോർ വാട്ട് ഡു ഐ ഡു ടുമോറോ എന്റെ മനസ്സിൽ വരുന്നത് എവറിത്തിങ് ഐ ഹാവ് ഡൺ ടുഡേ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ. അത് ഒരു ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് യു സ്ലീപ് പീസ്ഫുള്ളി, ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് വൺ ഡേ അറ്റ് എ ടൈം, ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ് അല്ലേ. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും യു അപ്രീഷിയേറ്റ് വാട്ട് എവർ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ഡേ, ഗുഡ് ഓർ ബാഡ്. കാരണം ഐ ബിലീവ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. So കിടക്കാറാകുമ്പം I appreciate everything, and in the morning I wake up thanking for all the good things that's going to come. Appo and if you start, I believe like if you start doing that, അത് തന്നെ it'll keep you going. So അങ്ങനെ ഓരോരോ ദിവസമായിട്ട് നമ്മൾ if you take slowly, because mostly what happens is നമ്മളൊരു on a long term നമ്മൾ കാണുമ്പോൾ, especially people of my age, when you start seeing things on a long term, നമുക്ക് കൂടുതലും ടെൻഷനാ വരാൻ പോകുന്നത്. ഇപ്പോ എന്റെ ഏജിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അയ്യോ ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഷീ ഈസ് 18 and she have done that, I am 23, what have I done? ആ ഒരു പേടി വരാറുണ്ട്. മോർ ദാൻ ഐ തിങ്ക് സെൻസ് ഓഫ് urgency, you feel nervous അല്ല, you feel lost. അതിന് പകരം I started to take one day at a time. I'm appreciating small things and big things that's coming my way, and slowly preparing myself for future. That's how I'm doing it. You said it correctly. The attitude of gratitude is important. That is really everybody should have the gratitude and thankful for everything. There are so many things that you can thank. Even you wake up, it's God's blessing. And coming back to Pageant, and what is the objective of these pageants? And do you think that it's helping women empowerment? Definitely. Every pageant, and I'm not telling you all the pageants are doing justice to women empowerment, because ഒരുപാട് pageants, ഇപ്പൊ നമ്മൾ എന്തിലും നമുക്ക് ഫേക്കും റിയലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരുപാട് pageants ഉണ്ട്. എന്താ പറയാ, വിമൻ എംപവർമെന്റിന്റെ പേരിൽ ആൾക്കാരെ റിപ്പ് ഓഫ് ചെയ്യുന്ന ഒരുപാട് പേജൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി താങ്ക്ഫുള്ളി ഇനഫ് ഞാൻ പാർട്ടായിട്ടുള്ള എല്ലാ പേജന്റും വാസ് ഗുഡ് ഇനഫ്, ആൻഡ് ദേ സപ്പോർട്ടഡ് വിമൻ എംപവർമെന്റ്. ആൻഡ് ഹൗ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് നേരത്തെ ചോദിച്ച പോലെ അത് പുട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഐ കൻ ടെൽ യു ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം. നമുക്ക് ബ്യൂട്ടി വിത്ത് എ പേർപ്പസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വരുന്നത് നോട്ട് ജസ്റ്റ് ഫോർ എ ബ്യൂട്ടി പാജന്റ്. യെസ്, യു ആർ ഗെറ്റിംഗ് റെഡി ആൻഡ് ഗെറ്റിംഗ് ഓൾ ഡോൾഡ് അപ്പ്, പക്ഷെ യു ഹാവ് ടു ഹാവ് എ പേർപ്പസ് ഇൻ ലൈഫ്. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വോയിസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുവേണ്ടി ഇപ്പൊ എന്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത ഒരുപാട് പേര്, ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ NGOs, ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ ഫേംസ് ഫോർ ഗുഡ് കോസ് സെൽഫ്. അപ്പൊ ഞാൻ ചോദിച്ചു, ലൈക്ക് ആ ഫേം തുടങ്ങിയത് പാജന്റിൽ വന്നേ പിന്നെയാണോ? അപ്പൊ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് സെഡ്, അല്ല, ഞാൻ ആ ഫേം തുടങ്ങിയത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാജന്റിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അത് വെറുതെ ഒരാൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് വലിയ പ്ലാറ്റ്ഫോം ആണ് ഒരു പാജന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടു വോയിസ് വാട്ട് ദേ ബിലീവ് ഇൻ. അപ്പോൾ ഷീ വാസ് സപ്പോർട്ടിങ്, ഷീ ബിൽഡ് എ പ്ലാറ്റ്ഫോം ഫോർ അഗൈൻസ്റ്റ് സെക്ഷൽ അബ്യൂസ്, ആൻഡ് പുള്ളിക്കാരി പ്ലാറ്റ്ഫോം ഈ പാജന്റ് യൂസ് ചെയ്യുന്നത് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സിമിലർലി വിമൻ എംപവർമെന്റ് in that sense also you can talk in even otherwise. ബ്യൂട്ടിയുടെ കാര്യത്തിൽ മാത്രം എടുക്കുകയാണെങ്കിലും to be confident in your own self, അതായത് ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോൾ to free ആയിട്ട് നടക്കുക, to smile at everyone, to answer question without a hesitation, it takes a lot of courage. അത് ബിൽഡ് ആവാൻ വേണ്ടി ഒരുപാട് പാജന്ററി ഹെൽപ്പ് ചെയ്യും. And that's also a part of empowerment.
So yes, all in all, objective of pageantry is definitely women empowerment, and all the pageants that I've been part of, thankfully enough, was empowering for me. ഈ കോമ്പിറ്റൻസിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വി നീഡ് ടു ബി കോമ്പീറ്റന്റ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, വി ഡോണ്ട് കോമ്പീറ്റ് വിത്ത് എനിവൺ, വി കോമ്പീറ്റ് അവർസെൽഫ് ഫോർ എക്സലൻസ്. വാട്ട് ആർ യുവർ തോട്ട്സ്? Well, you're exactly talking my mind. We compete with ourselves. അത് മനസ്സിലാക്കണമെങ്കിൽ പക്ഷെ കുറച്ച് സമയം എടുക്കും. കാരണം ഇനീഷ്യലി ഞാൻ പാജന്റിന് പോയ സമയത്ത് I was not competing with anyone, not even with myself. Because the first pageant ഞാൻ പോയപ്പം I was not planning to go for a pageant ആ സമയത്ത്. വെറുതെ ഒരു രസത്തിന് വേണ്ടി പോയതാണ്. അപ്പോ അവിടെ എല്ലാവരും they were busy competing with each other. I remember everyone. അത് മോശമെന്ന് പറയുന്നില്ല. It naturally comes to you because ultimately competition എന്ന് പറയുമ്പം how better you are from another person ആണ് നോക്കുക. അപ്പൊ they were all trying so hard to compete against each other. ഞാൻ ചുമ്മാ പോയതാണ്. ഞാൻ casually I was enjoying that time there. After winning that pageant, okay, കുറച്ചൊരു obligation വന്നു. Because ഇനി ഒരു pageantന് പോകുമ്പോൾ people will be expecting something from you. You have proved yourself. അപ്പൊ ഇനി you have to keep up that. അങ്ങനെ വന്നപ്പോൾ നമുക്ക് naturally you started being bothered about competition. ഓക്കെ, ആൾക്കാരുണ്ട്. ഈ കോമ്പറ്റീഷൻസിനെ നോക്കാൻ തുടങ്ങി നേരത്തെ തന്നെ. ആരൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട് അവർക്ക്. സോ യെസ്, ഇനീഷ്യൽ ഫേസസ് ആൻഡ് ഓൾ യു വിൽ ബി കോമ്പീറ്റിംഗ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. അതും നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. യു ക്യാൻ ബി ഇൻ എ ഹെൽത്തി കോമ്പറ്റീഷൻ ബൈ നോയിങ് യുവർ കോമ്പറ്റീറ്റർ. യു ക്യാൻ ബി സപ്പോർട്ടീവ്, യു ക്യാൻ സപ്പോർട്ട് ദം ആസ് വെൽ. സോ പക്ഷെ കുറച്ചുകൂടി ഗ്രാജുവലി നമ്മൾ വളർന്നു കഴിയുമ്പം വെൻ യു ഗോ ടു പാജന്റ്സ് ലേറ്റർ ഓൺ ഇൻ ലൈഫ്, that is when you start competing with yourself. കാരണം ഇപ്പൊ you have already gone through like 3, 4, 5 pageants. ഇനി നിങ്ങൾക്ക് എവിടെയാണ് എന്തൊക്കെയാണ് ഒരു ബാഡ് മാർക്ക് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് വീക്ക് എന്ന് അറിയാം. അപ്പൊ you will start developing yourself in that areas. അപ്പൊ പിന്നെ it is not just about the competitors you're competing with, it's about yourself. എത്ര നമ്മൾ ഗ്രോ ചെയ്തു എന്നുള്ളതാണ്. I think Miss Queen of India എത്തിയപ്പോഴേക്കും I felt that the change I felt from Miss South India to Miss Queen of India was that because I was not bothered about, I was to an extent bothered about the competitors and their achievements. But after one point, I was more focused on myself. Like, I should improve. ഞാൻ ലാസ്റ്റ് മിസ് സൗത്ത് ഇന്ത്യൻ ടൈറ്റിൽ വിൻ ചെയ്തു. അപ്പം ടു മിസ് ക്വീൻ ഓഫ് ഇന്ത്യ മൈ പെർഫോമൻസ് it shouldn't just be average. അല്ലേ, it should be a lot better than that. അപ്പം I started to improve a lot of things in myself. But I think healthy competition can be two ways. നമുക്ക് നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴും ആവാം, കൂടുതൽ ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴും ആവാം. But it is very important to be competent when you come to a lot of pageants like these. You're absolutely right. We have to have healthy competitions. And many times, all the conflicts happen because we don't have that some attitude of healthy competition. Some people may not have. Either way, coming back to, you talked about self-esteem. For any contest for that matter, what is the role of self-esteem in any contest? Okay, so that's a great question because a lot of people don't bother about self-esteem. They are more bothered about the outfits they wear, the kind of makeup artist they have, mostly material things. But I will tell you, you could buy the most expensive and the most prettiest outfit and the most best makeup artist in town, but if you don't have a self-esteem, you're not gonna make it anywhere. That if you don't value yourself enough, okay, that is basically self-esteem. If you valued yourself good enough, then you have a high self-esteem. അതെപ്പോഴും അഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടിലിരിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല. നമ്മള് ഒരു കോമ്പറ്റീഷനിലേക്ക് ചെന്നു, യു ആർ കോമ്പീറ്റിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് someone tells you, okay, your answer was nice, അല്ലെങ്കിൽ your outfit was nice, അല്ലെങ്കിൽ your walk is nice എന്ന് പറയുമ്പം you won't be able to accept that yourself. അവിടെയാണ് you will start questioning, do I actually have a good self-esteem? No, if you don't like yourself, അല്ലെങ്കിൽ if you're not believing yourself enough, then you're not going to make it. ഒരാൾ കോംപ്ലിമെന്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് യു സെഡ്, സെൽഫ് എസ്റ്റീം ഇസ് വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ഇൻ എ കോമ്പറ്റീഷൻ ലൈക്ക് എ പാജൻട്രി. പാജൻട്രിയിൽ വരുമ്പം നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് ക്രിറ്റിസിസംസ് കേൾക്കാം. ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുകയാണെങ്കിൽ I've seen a lot of girls who are on the heftier side. കാരണം ജനറലി നമ്മുടെ ഒരു ബ്യൂട്ടിയുടെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് മെലിഞ്ഞിരിക്കണം, അല്ലെ, ഫെയർ സ്കിൻഡ് ആയിരിക്കണം, ഇങ്ങനെ കുറച്ച് ക്ലീഷേസ് ഉണ്ട്. ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാര് ഈസിലി ബ്യൂട്ടി പാജൻസ് വിൻ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ
ആഫ്റ്റർ ദാറ്റ് ട്രാൻസ്ഫർമേഷൻ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ എല്ലാ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യുന്ന ഒരാള് ടോപ്പ് 10 പോലും എത്താതെ പോകുന്നതും കണ്ടിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ആലോചിക്കും, വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ബി എ ബ്യൂട്ടി പാജന്റ് വിന്നർ അല്ലെ? അങ്ങനെ ആലോചിക്കുമ്പം the only answer to it is self-esteem. If the one person who did not fit any of the criteria had high self-esteem, they knew themselves very well, they knew they were the best, probably affirmations ആയിരിക്കാം, but they knew they were the best. അതുകൊണ്ട് മാത്രം that took them all the way. So ഇതിപ്പോ ഒരു പാജന്റിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് വേണ്ടി പറയുന്നതല്ല, പക്ഷെ ജനറലി ആണെങ്കിലും ഇൻ ലൈഫ് you have to have some love for yourself, അല്ലെ? Before you start loving somebody else, or before you start respecting somebody else, you have to value yourself more. And I am someone who's been taught to value myself more than anybody else. So I think അങ്ങനെ ഉള്ളത് കൊണ്ട്, അത് കുഞ്ഞിലെ തൊട്ടേ ആ എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട്, it was a little easier for me when I came for pageantry. You put it aptly. I mean, really, I always believe 3 B's. Believe, 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 right? So you always believed in yourself, right? You're going to win. And also, I understand that you are a visualization person. You visualize things. It happened to me when I became the healthcare administrator of the year for state of Texas. You know, I keep on visualizing every day morning, walking to the stage, and I have tears coming in my eyes, and my CEO was hugging me, and it happened. I'm sure that. Tell me about, have you ever read the book Secret? Yes. I've not completely read it, but I remember reading it to a majority, because that's where I got all the affirmations and the law of attraction and everything from. So yes. And you visualize every day, right? Yes, I do visualize every day. And so I've been, actually, they've taught me also to visualize a lot. And from that, what I've understood is, whatever happens around you, because what you have inside is very powerful, that whatever happens around you, if you start believing in yourself, then it'll be very easy. So അതെനിക്ക് അപ്പം നമ്മൾ ജനറലി ഇപ്പം ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് വരുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പം ലൈക്ക് യു സെഡ് ടു ബി ഇൻ ദ ഹെഡ് പൊസിഷൻ ഓഫ് സംതിങ്, നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും ഓൺ ദ വേ, ആൻഡ് യു വിൽ സ്റ്റാർട്ട് തിങ്കിങ്, അയ്യോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ, how am I going to succeed? ഇതുണ്ടെങ്കിൽ how am I going to succeed? പക്ഷെ if you start to blindly believe in it, like, you know, that's the beauty of your subconscious mind. If you tell them something, if you tell your subconscious mind that I am rich, it won't go and check your bank account. It'll obviously think that you're rich, and one fine day you'll end up being rich. So if you start to blindly feed yourself that you're the best, then naturally you will become the best. Adenike I did learn it after my recent pageant Miss South India, and അതുകൊണ്ട് എന്ന് വെച്ചാൽ I have more confidence in visualization. So during Miss South India, I was like 80-20 mindset ആയിരുന്നു. എനിക്ക് 80% I'm sure that, you know, visualization works. പക്ഷെ at the same time, ഒരു പുതിയൊരാള് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറെ ഹേർഡിൽസ് ഉണ്ടാവാം. അതുപോലെ തന്നെ 20% I had a lot of other thoughts. പക്ഷെ thankfully everybody kept telling me it's okay, whatever happens it's okay, just keep visualizing, your only job is to do that. I kept doing that, and then finally it happened. I'm not telling you visualization is the only thing that will bring you success. അല്ലെങ്കിൽ visualization കൊണ്ട് മാത്രം success ഉണ്ടാവും പറയുന്നില്ല, but definitely when you start visualizing it, you won't be able to sit idle. That's the thing. When you start visualizing the crown, when I start visualizing the crown, I will ask myself, what am I doing for it? അല്ലെ, am I doing something for it? അപ്പൊ ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ I'll be okay, I just can't sit here and visualize alone. I'll have to start practicing my walk. അല്ലെ, അപ്പൊ I'll just put on my heels and I'll start practicing my walk in the room. അല്ലെങ്കിൽ I'll go through my phone and check the current affairs, അല്ലെങ്കിൽ check some pageantry questions. So visualization helps you stay put. ആ ഒരു അതും obviously, and your immense belief in yourself, അതും ഒരുപാട് improve ചെയ്യും. അതുകൊണ്ട് yes, that has helped me a lot in achieving the crown. അതെ, ഈ സ്വപ്നം മാത്രം കൊണ്ട് കാര്യമില്ലല്ലേ, നമുക്ക് ഒരു സ്പെസിഫിക് പ്ലാൻ ഓഫ് ആക്ഷൻ വേണം. എന്താണ് നമ്മൾ ആ അച്ചീവ് ചെയ്യുന്നതിനുള്ള ഇതിലേക്കുള്ള പാത, നമ്മൾ പ്രാക്ടീസ്, മറ്റുള്ളവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ദർ ഈസ് എ പവർ ഇൻ യു, പവർ ഇൻ us. We need to unleash that power. Everybody have potential. Some people, you know, would eat and sleep, but some people take it out and do the best you can. That is the difference you make, Harsha, in your life. Now, you were Miss Lulu, then Miss
South India, then Miss Q in India. Before that, you did some other pageants and won. So what is the next step? What is the difference between this Miss South India and Miss Q in India on the preparation wise, in the order എന്തൊക്കെയാണ് ഈ സ്റ്റേജിൽ വരുമ്പോൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഒന്ന് ബ്രീഫായിട്ട് പറയാം. തീർച്ചയായിട്ടും. ഈ മിസ് സൗത്ത് ഇന്ത്യ ആണെങ്കിലും മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും രണ്ടും ഓർഗനൈസിംഗ് സെയിം ആണ്. പാഗസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നത്. സോ ഇവരുടെ ഗേറ്റ് വേ പാജന്റ്, അതായത് ദേ സ്റ്റാർട്ട് ഫ്രം മിസ് ക്വീൻ കേരള എന്ന് പറഞ്ഞ പാജന്റ് ഫോർ സ്റ്റേറ്റ് ബേസിസ്. മിസ് തമിഴ്നാടും ഉണ്ട്, മിസ് കർണാടക ഉണ്ട്. സോ മിസ് ക്വീൻ കേരള എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഐ വാസ് എ സെക്കൻഡ് റണ്ണർ അപ്പ്. പെഗസസിന്റെ പാജന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഐ വാസ് സെക്കൻഡ് റണ്ണർ അപ്പ്. ആൻഡ് ദെൻ ടോപ്പ് 6 വരുന്ന ആൾക്കാർക്ക് ദേ ഗെറ്റ് എ ചാൻസ് ടു ഗോ ഫോർ മിസ് സൗത്ത് ഇന്ത്യ. So that's how I ended up in Miss South India. And then avade again top 6 varuna alkarku they get chance to go for Miss Queen of India. So avade I happened to win the title in Miss South India and then came to Miss Queen of India. Now Miss South India ilum Miss Queen of India ilum process adayathu rounds okke almost same aanu. Adayathu first round ethnic aayirkum, second round cocktail, third round gown aayirkum. Ingeneyaanu adathu criteria is different aanu. They'll tell you what kind of sorry for the interruption. Cocktail ഒക്കെ അടിച്ചോണ്ട് വേണം. What is, I mean, coming back to that ethnic and cocktail, it's like a mix of things, right? And there are difference again. Right. Sorry. Okay, so ethnic round is basically it's ethnic round is basically Indian ethnic. Appo nammal traditional wear like lehengas or angante lehengas, sarees angante wear India annulana ado Kerala angananengum kuഴപ്പമില്ല. That's up to you, right? Angananengum kuഴപ്പമില്ല. Yeah, some ethnicity that belongs to India athre ullu. Second is cocktail round എന്ന് പറയുമ്പോൾ നമ്മൾ cocktail dresses ഉണ്ട്. That's a kind of dress but it's mostly above your knee and it stick to your body. അങ്ങനത്തെ ഡ്രസ് ആയിരിക്കും. സോ ദാറ്റ് ആ റൗണ്ടിൽ വരുമ്പോഴാണ് നമ്മുടെ വാക്കിന്റെ പൊസിഷൻ കാണാൻ പറ്റുക. ബിക്കോസ് നമ്മൾ സ്കേർട്ട് ഇട്ട് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്ര ഭംഗിയിൽ നടക്കുന്നത് എന്നുള്ളത്. സോ വാക്കിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ദാറ്റ്സ് അനദർ റൗണ്ട്. ആൻഡ് തേർഡ് റൗണ്ട് ഇസ് ഗൗൺ റൗണ്ട് ഒബ്വിയസ്ലി നമ്മുടെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഗൗൺ ആയിരിക്കും. അപ്പോ മിസ് സൗത്ത് ഇന്ത്യയിലും മിസ് ക്വീൻ ഓഫ് ഇന്ത്യയിലും ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മളുടെ ഇതിന് കളർ ഡിഫറൻസസ് ഉണ്ട്. അത് അവർ നേരത്തെ സ്പെസിഫൈ ചെയ്യും. ഇതിന് ടൈപ്പ് ഉണ്ട്, അതും സ്പെസിഫൈ ചെയ്യും. അപ്പാർട്ട് ഫ്രം ദ ഡ്രസ്സസ് or the outer look, I feel the major difference was, like you said, the amount of competition we have. So Miss South India you're competing with people in the south, so more or less നമുക്ക് രണ്ടും tough competition ആണ്. പക്ഷെ നമുക്ക് സ്ഥലം മാറുന്ന അനുസരിച്ച് the level of competency also changes. ഇപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ there are people who are very well trained for pageantry. ഇപ്പോ Miss India, Femina Miss India all happens in Mumbai. So a lot of people are very familiar of this. നമ്മളിവിടെ മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പാജൻട്രിയിൽ അത്രയും നമുക്ക് ഫെമിലിയാരിറ്റി കുറെ ആൾക്കാർക്ക് ഇല്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു പാജന്റിലേക്ക് ചെല്ലുമ്പോൾ when you compete with someone from the north, they obviously have an upper hand. കാരണം അവരത് കണ്ടു വളർന്ന ആൾക്കാരാണ്. സോ അപ്പൊ കോമ്പറ്റീഷൻ ഡിഫറൻസ് അങ്ങനെ വരും മിസ് സൗത്ത് ഇന്ത്യ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ തമ്മിൽ. ദാറ്റ് വാസ് എ മേജർ ഡിഫറൻസ് I felt. And definitely when it comes to question answers, if it is Miss South India, they generally ask you issues of the south. And Miss Queen of India national issues ആയിരിക്കും ചോദിക്കുക മോസ്റ്റ്ലി. വായന ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ? ടുഡേ യു ആർ എ റീഡർ, ടുമാറോ യു ആർ ലീഡർ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു യു ഓൾവേസ് വാച്ച് ഡിഫറെന്റ് തിങ്സ് ഹാപ്പനിങ് ഇൻ ദ കൺട്രി, ഇന്റർനാഷണലി ഓർ ഗ്ലോബലി. സോ ഇതിനു വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ട്രെയിനിങ് എടുക്കാറുണ്ടോ? അതിനുമായിട്ടൊരു കുറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്യാറുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി യെസ്. നമുക്ക് പ്രോഗ്രാമിന് മുമ്പ് ഗ്രൂമിംഗ് തരും. ഗ്രൂമിംഗിൽ അവർ കുറച്ച് പോസിബിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രെയിൻ ചെയ്ത് തരും. പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരാം ചിലപ്പോൾ. പക്ഷെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ട്രെയിനിങ് തരും. പക്ഷെ അത് കൂടാതെ നമ്മൾ പാജന്റ് അടുക്കുമ്പം നമ്മൾ നാച്ചുറലി ഒരുപാട് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മളൊരു വെറുതെ ഒരു ന്യൂസ് കാണുമ്പം നോർമലി നമ്മൾ വെറുതെ ആ ന്യൂസ് കണ്ടുവിടുന്ന ആളാണെങ്കിൽ you will sit and watch it properly. അല്ലെങ്കിൽ you will try and develop an opinion about it. And I remember doing that. ഞാൻ pageantry announce ചെയ്യുമ്പോൾ നല്ല ഈയിടെ ആയിട്ട് since I'm involved in pageantry a lot, date announce ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും when I see a news I'll be more interested to know what it is. Okay, so I'll try and know both the sides of it. കാരണം when you answer a question there is a limit to diplomacy അല്ലേ? When you're on stage and when you answer a question you have to sometimes you have to be diplomatic. Sometimes you have to give your own answers, like അല്ലെങ്കിൽ whatever you feel. In a way it doesn't hurt anybody. കാരണം you're representing a lot of people, you're talking to a lot of people. So
ഡിപ്ലോമാറ്റിക് ആവുകയും വേണം, എന്നാൽ അത് അധികം ആരെയും എന്താ പറയാ ഒരു അൺക്ലിയർ അല്ല, ഒരു ആംബിഗ്വിറ്റി വരാനും പാടില്ല. സോ exactly. So you have to say it in a way that doesn't hurt anybody. So I have to know both the sides of it. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കീൻ ആയിട്ട് ന്യൂസ് എല്ലാം നോക്കാൻ തുടങ്ങി. ആൻഡ് ബൈ ന്യൂസ് ഐ ഡോണ്ട് സേ എല്ലാ ദിവസവും ഞാൻ കുത്തിയിരുന്ന ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് എന്താ ന്യൂസ് കാണും നല്ല പറയണേ. ബട്ട് ഐ യൂസ് ടു ഗോ ടു ലൈക് ത്രൂ ഓൺലൈൻ ന്യൂസ് ഓർ ഇപ്പൊ തന്നെ വീട്ടിലാണെങ്കിലും അച്ഛൻ ഒരുപാട് ഓൺലൈൻ ന്യൂസ് കാണുന്ന ആളാണ്. സോ ഇഫ് യു ഗെറ്റ്സ് എ നോട്ടിഫിക്കേഷൻ അബൌട്ട് സംതിങ് യു വുഡ് നാച്ചുറലി ടെൽ ഓൾ ഓഫ് us. സോ അങ്ങനെ യു ട്രൈ ആൻഡ് കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ് മാക്സിമം. പിന്നെ ഈ പറഞ്ഞ പോലെ more general knowledge മാത്രമല്ല, it's a balance between that and your perspective about things. ഇപ്പം they could ask you simple questions, പക്ഷെ ആ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് നമുക്ക് ടോപ്പിൽ എത്തണമെങ്കിൽ you have to have a good perspective of things. അപ്പോൾ അതും ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഐ യൂസ് ടു റീഡ് ലോട്ട് ഓഫ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബുക്സ്. കുറച്ചും കൂടി നമുക്കൊരു നമ്മുടെ പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഔട്ട്ലുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് വായിക്കാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളും ചെയ്യാറുണ്ട്. Perspective is extremely important, Harsha, because everybody should have their own opinion rather than copycat with there are a lot of, even WhatsApp or YouTube, you get a lot of opinions of different sort, but you should develop your own opinion. I think that helped you a lot in winning the question answer session. That is what I believe. അതിനൊരു കാര്യം ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചോട്ടെ, പ്രൊഫഷണൽ ട്രെയിനർ ഇല്ലാതെ വന്നൊരു വ്യക്തിയാണ് ഹർഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വയമായി പലതും പ്ലാൻ ചെയ്ത് കൺസൾട്ട് ചെയ്ത്. ഡു യു തിങ്ക് ദാറ്റ് ഡു വി നീഡ് എ പ്രൊഫഷണൽ ട്രെയിനർ ഫോർ all these contests like pageants? That actually depends on how much polished you were. When I say polished, I'm not telling you നമ്മൾ ഉണ്ടായി വരുമ്പോഴേ pageant prepared ആയിരിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ it is true, I never had a trainer in terms of pageantry. എനിക്ക് pageantry field I never had a trainer. പക്ഷേ I've been involved in associations that has helped me groom myself a lot. So അപ്പൊ അങ്ങനെ ഒരു ഗ്രൂമിങ് എല്ലാവർക്കും ആവശ്യമാണ്. ഒരുപാട് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ അവരുടെ ലൈഫ് സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് ഡിഫറെന്റ് സിറ്റുവേഷൻസ്. മേ ബി അവരുടെ അച്ഛൻ ചിലപ്പം എന്താ പറയാ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കാം. ദേ മസ്റ്റ് ഹാവ് ഷിഫ്റ്റഡ് പ്ലേസസ് എ ലോട്ട്. സോ ദേ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ, ദേ ഹാവ് അണ്ടർസ്റ്റുഡ് എ ലോട്ട് ഓഫ് POVs. അങ്ങനത്തെ എക്സ്പോഷർ ഉള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ദേ സ്റ്റഡിഡ് ഔട്ട്സൈഡ്. സോ ഏത് രീതിയിലാണെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു ഗെറ്റ് എക്സ്പോസ്ഡ് ടു എ ലോട്ട് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. So I've been blessed enough to be exposed to that kind of an association. അത് ഉള്ളത് കൊണ്ട് it helped me develop my persona a lot. അത് ഉള്ളത് കൊണ്ട് I felt like it was never needed for me. ഒരു pageant training ഇതുവരെ വേണം തോന്നിയിട്ടുണ്ടായില്ല. ഇനി എടുക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. So far I've not wanted anyone of that sort. പക്ഷെ ഇനി ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ it's always good to take a training. കാരണം I feel it will help you boost your confidence a lot. One of my friends, പുള്ളിക്കാരി ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് ഈ പാജൻട്രി ഫീൽഡിൽ. ഷീ റീസെന്റ് സ്റ്റാർട്ടഡ് ദിസ് ട്രെയിനിങ് സെഷൻസ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇറ്റ്സ് വെരി നൈസ് ദാറ്റ് ഷീ ഈസ് ഷെയറിംഗ് ഹർ എക്സ്പീരിയൻസ് വിത്ത് എവ്രി വൺ. സോ a lot of girls had many questions. കാരണം അവർക്ക് വേറെ ആരും ചോദിക്കാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ ആർക്കും അറിയില്ല ഇതിനെ പറ്റി, സറൗണ്ടിങ്സിൽ ആർക്കും അറിയില്ല. സോ someone in this field, അങ്ങനെ ഒരാൾ വെച്ച് ആക്സസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അങ്ങനെ ട്രെയിനിങ്സ് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞ് സെലക്ട് ചെയ്യണം. കാരണം ട്രെയിനിങ്ങിന്റെ പേരിൽ നമ്മളെ റിപ്പ് ഓഫ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വെരി വെരി എക്സ്പെൻസീവ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ യു, ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് ഫോർ യു. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഗെറ്റ് ട്രെയിൻഡ്. പക്ഷെ ഓൾസോ മേക്ക് ഷുവർ വേർ യു ഗെറ്റിംഗ് ട്രെയിൻഡ് ഫ്രം. അത് കുറച്ച് റിസർച്ച് നടത്തണം. ഇനി അതല്ല നമുക്ക് ട്രെയിനിങ് ഒന്നും പോകണം താല്പര്യം ഇല്ലെങ്കിൽ യു കെൻ ട്രെയിൻ യുവർ സെൽഫ്. യു കെൻ ഓൾവേസ് ട്രെയിൻ യുവർ സെൽഫ്. യു ഹാവ് യൂട്യൂബ്, യു ഹാവ് എ ലോട്ട് ഓഫ് ബുക്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. കുറെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബുക്സ് അവൈലബിൾ ആണ്. You can always go through newses and you can train yourself, your walk and all you can train through YouTube videos. Self training possible ആണ്. ഞാൻ എപ്പോഴും കാര്യമുണ്ട്, ചെറിയ കുട്ടികളായിരിക്കും പോലെ കുട്ടികളെ നമുക്കൊപ്പമുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യണം. അതായത് നമുക്ക് അവര് നമ്മുടെ സെയിം ഏജിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ് ചെയ്യണം കുട്ടികളെ, ചെറിയ കുട്ടികളെ. അപ്പൊ അവര് ഭയങ്കര സെൽഫ് എസ്റ്റീം ഉണ്ട്. ഓക്കെ, അവര് ഓട്ടോമാറ്റിക് അവർക്ക് വേണ്ടത് അവർ കണ്ടുപിടിച്ചോളൂ. ഓക്കെ, നമ്മളവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. സീമയ്ക്കും ശ്രീകാന്തിനും 1000 നന്ദി. ഞാൻ ഹർഷയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ഏത് ജഡ്ജിനെയാണ്, ഒരു സ്ത്രീ ജഡ്ജിനെ വേണോ, ഒരു പുരുഷ ജഡ്ജിനെ വേണോ, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് മനസ്സിൽ കരുതാറുണ്ടോ? അതോ എക്സ്റ്റംബോർഡായിട്ട് തന്നെ ആൻസർ പറയുന്നു, അത് എക്സ്റ്റംബോർഡായിട്ട് തന്നെ സെലക്ട് ചെയ്യാണ്? എങ്ങനെയാണ്?
ഐ തിങ്ക് നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. കാരണം ദേ പ്രൊവൈഡ് യു ലോട്ട്സ്. നമ്മൾ ലോട്ട് പിക്ക് ചെയ്യാണ് ആൻഡ് ദെൻ നമ്മൾ കിട്ടുന്ന ജഡ്ജിന്റെ പേര് വിളിക്കും ആൻഡ് ദാറ്റ് ജഡ്ജ് ഇസ് സപ്പോസ് ടു ആസ്ക് യു ക്വസ്റ്റ്യൻ. പക്ഷേ ഐ ഹാവ് ഫെൽറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ നമുക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു ബിക്കോസ് ക്വസ്റ്റ്യൻ കുഡ് ബി എനിത്തിങ്. നമുക്ക് എന്തും അണ്ടർ ദ സൺ ഇറ്റ് കുഡ് ബി എനിത്തിങ്. അപ്പോ ഇറ്റ്സ് ദ വേ യു റെസ്പോണ്ട് ടു വിത്ത് ദാറ്റ് മാറ്റേഴ്സ്. നമ്മൾ കുറച്ച് നല്ല കാമായിട്ട്, കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഓൺ എ സ്റ്റേജ്. ഐ പ്രിറ്റി ഷുവർ യു നോ ദാറ്റ്. സ്റ്റേജിൽ നിൽക്കുമ്പം യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് നോയ്സസ് ഇൻ യുവർ ഹെഡ്. എസ്പെഷ്യലി നമുക്കറിയാം നമ്മളെ എൻറ്റയർ പീപ്പിൾ ആർ വാച്ചിങ്. They're expecting something good from you, and you've been given a question on the spot, and you just can't just answer the question, but you have to answer it in a way that it's better than everybody else's. അങ്ങനെ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ ആ പ്രഷറും എല്ലാം കൂടി വരുമ്പം so many noises in your head, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. So if you practice meditation or like if you're into something of that sort, it will be easy for you to calm down. അങ്ങനെ calm down നമ്മൾ പറയുമല്ലോ മറ്റേ ഈ കലക്കവളത്തിൽ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ the water has to be still, right? Appo you have to wait for the water to be clear first and then you'll get your answer. So regardless of the gender, maybe male aanengilum female aanengilum, whoever you get, you might get a tricky question. Pakshe it's not about how much you know also. Adayithu we always used to say it's not about the height of your knowledge but the depth of your conviction that matters nu parayum. Adayithu namukku എത്രത്തോളം അറിയാന്നുള്ളത് നമുക്ക് obviously nobody knows everything. നമ്മൾ ആ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ നമുക്കും അറിയാം അവർക്കും അറിയാം നമുക്ക് എല്ലാം അറിയില്ല എന്നുള്ള കാര്യം. പക്ഷെ ഹൗ കൺവിൻസിങ് ആർ യു? ലൈക്ക് നമ്മൾ പറയുന്ന ഉത്തരത്തിൽ if you have the conviction in your eyes and you're speaking of the answer, then the judges have no other option but to believe you. അപ്പം അത് വരണമെങ്കിൽ you have to have a calm state of mind and that is very important, I feel. യോഗ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? അതൊരു റൊട്ടീൻ ഉണ്ടോ? ഒരു ദിവസം അങ്ങനെ റൊട്ടീൻ ഉണ്ടോ? ഓരോ ദിവസം അനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറുമോ? അല്ലൊരു ക്ലിയർ ആയിട്ട് രാവിലെ 4 മണിക്ക് എണീക്കുക, അത് കഴിഞ്ഞ് യോഗ മെഡിറ്റേഷൻ ചെയ്യുക, അത് ഇമെയിൽ ചെയ്യുക, ഇമെയിലൊക്കെ ചെക്ക് ചെയ്യുക, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയല്ലോ ഉണ്ടോ? I really wish I could tell you I have a routine, but no, not yet. This is a very genuine interview. I don't want to lie here. Okay, so far I don't have a routine of that sort. എനിക്ക് തോന്നുന്നു പണ്ടും I've never had a routine of such. ഇനി in case ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ that probably will be during the COVID period. ആ സമയത്ത് for a very brief time I used to have a very good routine. I remember waking up early in the morning, doing yoga, practicing dance, and then doing a lot of things, cooking and all. But as life got busier and people started going out and seeing a lot more things and places, it got on the way at the routine poi. But what I felt is it's according to your personality. Some people works അങ്ങനെ routine ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് properly function ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. പക്ഷെ for me what I felt is if I start putting a timetable in my life, I will do it for 3 days. 4th day I'll be tired of the entire timetable. So I feel if I don't have a routine or a schedule, I'll do more things. സോ അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ റൂട്ടീൻ ഇല്ലെങ്കിലും ഒരു ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഐ ടേക്ക് സപ്ലിമെന്റേഷൻ, അതെടുക്കണം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് മൈ സപ്ലിമെന്റേഷൻ എന്നുള്ളത് സംഭവം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡു ദിസ്, ഐ ഹാവ് ടു ഡു ദാറ്റ്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്നറിയാം. പക്ഷെ അതിനിടയ്ക്ക് വരാൻ പോകുന്നതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മേ ബി ടു മീറ്റ് മൈ ഫ്രണ്ട്സ് ഓർ മേ ബി ടു മീറ്റ് സംബഡി റിഗാർഡിംഗ് ദ വർക്ക്, മേ ബി ടു ഡു എ ഷൂട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് സ്പെഷ്യലി വെൻ യു ആർ ഇൻ ദ മോഡലിംഗ് ഫീൽഡ് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാനേ പറ്റില്ല ലൈക്ക് വാട്ട് യു വിൽ ഹാവ് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളത്. അൺലൈക്ക് എ 9 to 5 ജോബ്. സോ 9 to 5 ജോബ് ആണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇത്ര മണി വരെ ഓഫീസിലായിരിക്കും, ഇത്ര മണിക്ക് ലഞ്ച് കഴിക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല എന്നാ ഷൂട്ട് വരുന്ന ദിവസം അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. So it's all a mess. പക്ഷെ I'm enjoying the mess because I'm also taking care of my health on the way. അപ്പൊ പിന്നെ it doesn't have to be I don't have to be worried about it. So yeah. ഞാനൊരു വലിയൊരു കോട്ട് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇഫ് യു ആർ പെർസിസ്റ്റന്റ് യു ഗെറ്റ് ഇറ്റ്, ഇഫ് യു ആർ കൺസിസ്റ്റന്റ് യു ക്യാൻ കീപ്പ് ഇറ്റ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. പലപ്പോഴും പല ഈ 7 ബെസ്റ്റ് ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ പീപ്പിളിനകത്ത് വന്ന കൺസിസ്റ്റൻസിയാണ്. ഏതായാലും ചില റൊട്ടീൻ കാര്യങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ലേ. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വെയിറ്റ്
സ്കിൻ ടോണ്, റീഡിങ്, വാക്കിനാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ, ഇതെല്ലാം നമ്മൾ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്യേണ്ടത്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്നും വെയിറ്റ് നോക്കാറുണ്ടോ? ഇല്ല, ഐ താങ്ക്ഫുള്ളി ഇനഫ് ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എന്നും നോക്കാറില്ലെങ്കിലും ഒക്കേഷണലി നോക്കാറുണ്ട്. നമ്മൾ ഈ വെയിറ്റ് മെഷീൻ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ നോക്കണം എന്നുള്ളത്, അങ്ങനെ. പക്ഷെ വലിയ വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരാളല്ല. അല്ല. ഇനിയിപ്പൊ മിസ് ക്വീൻ ഇന്ത്യ ആയി, മിസ് ക്വീൻ ഇന്ത്യ ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഏതൊക്കെയാണ് കടമ്പകൾ? ഇനി മിസ് വേൾഡിലോട്ട്, മിസ് യൂണിവേഴ്സിലോട്ട് എത്തുന്നതിന് ഏതെല്ലാം ഇനി പാജൻസ് അറ്റൻഡ് ചെയ്യണം? സോ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗേറ്റ് വേ ഫോർ ഇന്റർനാഷണൽ പാജൻസ്. മിസ് ഏഷ്യ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പാജന്റ് ഉണ്ട്, മിസ് ഗ്ലാം വേൾഡ് എന്ന് പറഞ്ഞൊരു പാജന്റ് ഉണ്ട്. മിസ് ഗ്ലാം വേൾഡ് വരെയാണ് പെഗസസിൽ മിസ് കാറ്റഗറിയിലുള്ള പാജൻസ്. ഓക്കെ, ഇനി if I want to go for Miss World or Miss Universe, I'll have to go for other national pageants like Femina Miss India or Miss Universe India എന്ന് പറഞ്ഞ പാജന്റ് ഉണ്ട്. സോ ഇങ്ങനത്തെ പാജൻസിൽ പോണം. Yeah, I am looking for a lot of pageants. Like I said, I'm juggling a lot of things at the same time. Appo I might be going for a couple of international pageants and some national pageants as well. Are you selective? Generally, or in terms of pageant? Generally, in your area of passion. Definitely. I am selective because it's easy to get work in modeling if you're not selective, and that could ruin your career as well. So, if I just want work, I could get easily a lot of works. I won't be sitting here today if I was not selective. So ഞാൻ ഇങ്ങനെ ഒരുപാട് വർക്ക്സ് പിടിച്ചുകൊണ്ട് നടന്നു, പക്ഷെ അത് ഇറ്റ് കുഡ് ബ്രേക്ക് യുവർ പോർട്ട്ഫോളിയോ സംടൈംസ്. സോ ടു ടേക്ക് വർക്ക്സ് ദാറ്റ് ഓൺലി ബെറ്റർ യുവർ സെൽഫ്, if that's called selective, then yes, I am selective. I'm sure that you're going to become Miss World and Miss Universe with your passion, positivity, perseverance, of course, with the determination. We are towards the end of our session, and thank you for your time. Let me ask you a couple of rapid questions. How do you define success? To me, success is how many people are better off because I lived in this world. That's one of the very popular quotes I've been taught before itself. നമ്മള് ഭൂമിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എത്ര പേരുടെ ലൈഫ് ബെറ്റർ ഓഫ് ആയി, that is success to me. To basically touch lives positively. Yes. If you win a lottery tomorrow morning, what are you going to do, the first thing you do? Okay, so if I win a lottery tomorrow morning, probably I would be investing a lot in mutual funds and other share and everything, because my dad's into shares, because I believe in investments and returns and everything. But also a majority of it would go for charity, because since I started doing pageantry, I started knowing a lot about purpose and everything that's happening around us, which is not right. So a lot of it can be solved with money. So yes, I would be putting it in charity. How do you compare confidence, charisma, competency, courage? All these come with the self-esteem, or you had to build up? All of these, if you are lucky enough, you could have all of these from birth. But that's mostly nobody. I don't think anybody has this from birth. That is what makes us all special. It is all things that you collect on your way in life. So whether be it competency, be it courage, be it charisma, ഇതൊന്നും ഒരാൾക്ക് ഒരിക്കലും ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ then there's no point in all of us fighting for it, അല്ലേ? we are all born equal. We all collect things on our way. So whatever be it, have more experience in life, travel to more places, meet more people, and on the way you will gradually build all of this. Are you a beauty with purpose? Why? Definitely. I am a beauty with purpose. Why? Because I believe everybody, regardless of being in the beauty field or not, you should have a purpose in life. You should sleep thinking of the purpose, and you should wake up acting for it. Okay, so I also have a purpose in life. I have many purposes, in fact. ഞാൻ ഇൻട്രൊഡക്ഷനിലും പറയുന്ന കാര്യമാണത്. One of my major purposes in life is to inspire youngsters and women, because I feel കുറച്ച് കൂടുതൽ പുഷ് വേണ്ടത് അവർക്കാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. യങ്സ്റ്റേഴ്സിനും വിമനും they need a lot of push in terms of achieving their dreams in life and in terms of reaching a lot more higher levels. So yeah, my purpose in life is that. വളരെ സന്തോഷകരമായ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So let me thank you, all of you, most profusely, from the bottom of my heart, with folded hands, for giving the Global Indian News and Happiness Magic by Hari for this valuable interview
And Harsha is always an inspiration. And of course, she's an entrepreneur, writer, beauty advisor, and much more to go. Thank you. Thank you. Thank you. And Harsha, ഇനിയുള്ള ജീവിതയാത്രയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. Wish you all continued success, all continued blessings, and continue to win with flying colors. Hari Namboodiri signing off for Global Indian News and Happiness Magic by Gary. Thank you all.